ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇപ്പൊ രാത്രി ഏകദേശം ഒരു 9 മണി കഴിഞ്ഞു സമയം. അപ്പൊ എല്ലാവരും കിടക്കാൻ പോവാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെക്കാന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുമ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. എൻ്റെ സീക്രട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഓവർനൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെയാക്കാമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊരു ബൗള് അല്ലെങ്കിൽ ഒരു കപ്പോ എടുക്കാം നിങ്ങൾക്ക്. അപ്പം ഞാനിവിടെ ഒരു കപ്പ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ അകത്തേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ചിയാ സീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ചിയാ സീഡ്സ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ അല്പം ബദാം കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ 2 എന്താ പറയുക ഡേറ്റ്സ് എടുത്തിട്ടില്ല കേട്ടോ. കൂടുതലൊന്നും എടുത്തിട്ടില്ല, കാരണം എനിക്ക് ഡേറ്റ്സ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഡേറ്റ്സ് കട്ട് ചെയ്തതും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ നമ്മളെ ഡാർക്ക് ചോക്ലേറ്റ് പൊടിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു ചെറിയ പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഫ്ലേവർ താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ 1 ടീസ്പൂണിൻ്റെ അളവിലെ ഹണി ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യേണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഞാൻ യോഗട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ യോഗട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് യോഗട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് കേട്ടോ ഞാൻ യോഗട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചൂടാക്കി തണിഞ്ഞ പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കപ്പിൻ്റെ അളവിലാണ് ഞാൻ പാലെടുക്കുന്നത്. പക്ഷേ ആദ്യം ഞാൻ 1/2 കപ്പ് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പാൽ കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. വീണ്ടും പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യാം നമ്മൾ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പേ ഇതൊരു അലൂമിനിയം ഫോയിലിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിനെ കൊണ്ടോ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ അലൂമിനിയം ഫോയിലിനെ കൊണ്ട് ഫോൾഡ് ചെയ്തിട്ട്, അതായത് ക്ലോസ് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോകുന്നത്. ഇതൊരു ഓവർനൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അതായത് ഓവർനൈറ്റ് പ്രിപ്പറേഷൻ ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് 2 സാധനങ്ങൾ ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് യോഗട്ട് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ആ ഫ്ലേവർ പറ്റുന്നില്ലെങ്കിൽ മാത്രം യോഗട്ട് ചേർത്താൽ മതി. അത് ഓപ്ഷണലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരു മൂടിനെ കൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയോ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഇത് ഓവർനൈറ്റ് ഫുൾ ഫ്രിഡ്ജിൽ വെക്കുക വേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് മോർണിംഗ് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ഇതെടുത്ത് കഴിക്കാം. അപ്പോഴേക്ക് ഇത് തിക്കായിട്ടുണ്ടാവും. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി മോർണിംഗ് എടുത്തിട്ട് കഴിക്കാം. നമുക്ക് ഒന്നിക്ക് അതേ ബൗളിൽ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. നാട്ടിലിപ്പോൾ മഴയെല്ലാണ്ട് നല്ല തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്കിവിടെ തണുപ്പൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. നല്ല ചൂട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാനിതാ എത്ര 5 മിനിറ്റ് ആയിട്ടല്ലേ ഉള്ളൂ അപ്പോഴേക്ക് വേർക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മോർണിംഗിൽ ഞാൻ കഴിക്കുമ്പോൾ അതിൻ്റെ പാട്ടും കൂടി എടുത്ത് വെക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട. കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോഴേ നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. മോർണിംഗ് ബാക്കി ക്ലിപ്പിംഗ്സും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമായി. ഓൾമോസ്റ്റ് 8:30 കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അവരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ വിചാരിച്ചു ഞാൻ കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഇന്നലെ പറഞ്ഞാണല്ലോ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്കിത് കഴിക്കാം.
ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടി നോക്കാനേ പാടുള്ളൂ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ തന്നെ കഴിക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റ്സിന് ശേഷം കഴിക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ചോയ്സ് ആട്ടോ. ഫ്രൂട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. മോർണിംഗോ അല്ലെങ്കിൽ നൈറ്റോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.